ഞാൻ അഖിൽ. ഇന്ന് നടന്ന പ്രിലിംസിൻ്റെ സ്റ്റേജ് 2 മാത്സ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാം, അല്ലാതെയൊക്കെ ചെയ്യാം. ഞാൻ തൽക്കാലം ഓപ്ഷൻ ഉപയോഗിക്കുകയാണേ. ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഷീലയുടെ വയസ്സ് ആലോചിച്ച് നോക്ക്. 10 വയസ്സാവാം ഓപ്ഷൻ പ്രകാരം, അല്ലെങ്കിൽ 7 വയസ്സാവാം, അല്ലെങ്കിൽ 8 വയസ്സാവാം, അല്ലെങ്കിൽ 11 വയസ്സാവാം. ഷീലയ്ക്ക് ഈ 4 വയസ്സിൽ ഏതും ആവാം. നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് 5 വർഷം മുമ്പ് അത് പിന്നത്തെ കഥ. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. ഇത് നമ്മുടെ ഷീലയാണേ, ഇത് നമ്മുടെ സാബു. സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. അത് ഇപ്പോഴാ. ഇനി ഏത് സാഹചര്യത്തിൽ ഇപ്പം സാബുവിന് 12 വയസ്സ് കൂടുതലുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും 12 വയസ്സ് കൂടുതൽ തന്നെയായിരിക്കും. ഓക്കെ, അതായത് രണ്ടുപേരുടെയും വയസ്സുകളുടെ ഡിഫറൻസ് ആണ് 12. അതിനി ഇന്നായാലും ഇന്നലെ ആയാലും നാളെ ആയാലും എന്നായാലും 12 ഡിഫറൻസ് തന്നെ ഉണ്ടാവും. അപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലാണ്. എന്നാലോചിച്ച് നോക്കുക, ഇയാളേക്കാൾ 12 വയസ്സ് കൂടുതൽ മീൻസ് 22 വയസ്സാണ്. 10 വയസ്സാണ് 22 വയസ്സാണ്. 7 വയസ്സാണെങ്കിൽ 12 കൂട്ട് 19 വയസ്സാണ്. 8 ആണെങ്കിൽ 12 കൂട്ട് 20 വയസ്സാണ്. 11 ആണെങ്കിൽ 12 കൂട്ട് 23 വയസ്സാണ്. ഓക്കെ, ഇനി 5 കൊല്ലം മുമ്പ്, അതാ പിന്നെ പറയുന്നത് 5 വർഷം മുമ്പ്. അപ്പോൾ 5 വർഷം മുമ്പ് നമുക്ക് രണ്ടുപേരുടെയും വയസ്സ് ചുമ്മാ ഒന്നെടുക്കാം. 5 ഇയർ എഗോ, 5 വർഷം മുമ്പ്. അപ്പോൾ 5 വർഷം മുമ്പ് ഇവർക്കെല്ലാം 5 വയസ്സ് കുറവായിരിക്കും. ശരിയല്ലേ? 5 വർഷം മുമ്പ് ഇനി ആരൊക്കെ, ഇത് ഇപ്പോൾ പ്രസന്റ് ആണ്, നൗ ഇപ്പോഴത്തതാണ്. ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സാണല്ലോ ചോദ്യം. അപ്പോൾ ഈ ഓപ്ഷനിൽ കിടക്കുന്ന ഇപ്പോഴത്തെ വയസ്സാവാനാണല്ലോ സാധ്യത. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 5 വയസ്സ് കുറവായിരിക്കും 5 വർഷം മുമ്പ്. അപ്പോൾ ഇതിനകത്ത് നല്ല 5 കുറച്ച് വെച്ചാൽ പോരെ. ഇപ്പോൾ ഷീബ, സാബു എല്ലാത്തിൽ നിന്ന് 5 കുറച്ച് വെക്ക്. ഇതിൽ നിന്ന് 5 കുറച്ച്, ഇതിൽ നിന്ന് 5 കുറച്ച് 17, ഇതിൽ നിന്ന് 5 കുറച്ച് 2, ഇതിൽ നിന്ന് 5 കുറച്ച് 12, ഇതിൽ നിന്ന് 5 കുറച്ച് 3, ഇതിൽ നിന്ന് 5 കുറച്ച് 15, ഇതിൽ നിന്ന് 5 കുറച്ച് 6, ഇതിൽ നിന്ന് 5 കുറച്ച് 18. ഇനി എന്തോ ഒരു പറയുന്നത്, അത് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ പോരെ. 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ 3 മടങ്ങാണ്. 5ൻ്റെ 3 മടങ്ങാണോ 17? അല്ല. അപ്പോൾ 10 ഉത്തരമല്ല. ഇതാ ഓപ്ഷൻ, 10 ഉത്തരമല്ല. 2ൻ്റെ 3 മടങ്ങാണോ 12? അല്ലല്ലോ. 3 മടങ്ങായിരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 7 ഉത്തരമല്ല. 3ൻ്റെ 3 മടങ്ങാണോ 15? അല്ലല്ലോ. അപ്പോൾ 8 ഉത്തരമല്ല. 6ൻ്റെ 3 മടങ്ങാണോ 18? ആണല്ലോ. അപ്പോൾ 11 ഉത്തരമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി. ഇങ്ങനെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിക്കാനില്ല, ഒന്നും പറയാനുമില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വഴിയും കൂടെ ഉണ്ട്, ചുമ്മാ അങ്ങ് പറയുക. നമ്മുടെ ചോദ്യം നോക്ക്. 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. അപ്പോൾ 5 വർഷം മുമ്പ് സാബു ഉണ്ട്, ഷീലയുണ്ട്. സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ 3 മടങ്ങായിരുന്നു. അപ്പോൾ ഷീലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ സാബുവിന് എത്ര? 3x, 3 മടങ്ങായിരുന്നു. ഇനി ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട് എന്ന് വെച്ചാൽ അവരുടെ വയസ്സുകളുടെ വ്യത്യാസം. അപ്പോൾ അത് 5 വർഷം മുമ്പ് അവരുടെ വയസ്സുകളുടെ വ്യത്യാസം ഈ 12 തന്നെ ആയിരിക്കും. അപ്പം 5 വർഷം മുമ്പായാലും ഇനി ഇന്നായാലും നാളെ ആയാലും എന്നായാലും അവരുടെ വയസ്സുകളുടെ വ്യത്യാസം 12 തന്നെ ആയിരിക്കും. അപ്പോൾ 3x എക്സ് പോട്ടെ. 3x എക്സ് പോയാൽ 12 അല്ലേ? എന്ന് വെച്ചാൽ അവരുടെ വയസ്സിൻ്റെ വ്യത്യാസം 12 അല്ലേ? 3x എക്സ് പോയാൽ 2x, 2x 12. അപ്പോൾ എക്സ് എത്ര ആയിരിക്കും? 6. എക്സ് 6 ആണെങ്കിൽ ഷീലയ്ക്ക് 5 വർഷം മുമ്പ് 6 വയസ്സുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് ഷീലയുടെ വയസ്സ് എക്സ് എന്ന് വിളിച്ചിട്ടുണ്ട്, അത് 6 എന്ന് കിട്ടി. അപ്പം ഇപ്പം 5 വയസ്സ് കൂടുതലായിരിക്കത്തില്ലേ? 6 + 5 11. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നത് NQXG എന്നെഴുതാമെങ്കിൽ ഹേറ്റിനെ എങ്ങനെ എഴുതാമെന്നാ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എക്ക് 1, ബിക്ക് 2, സിക്ക് 3 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എല്ല് 12ാമത് വരും. എന്ന് പറയുന്ന ലെറ്റർ 12 വരും. എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് അവർ എന്നെ ഉപയോഗിച്ചേക്കുന്നത്. N 14ാമത്തെ ലെറ്ററാണ്. A1, B2, C3, D4 അങ്ങനെ പോകുമ്പം N 14ാമത്തെ ലെറ്ററാണ്. അപ്പം ആലോചിച്ച് നോക്ക്, 12, 14 ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ അവർ 2 കൂട്ടി വെച്ചേക്കുക. അപ്പോൾ എല്ലായിടത്തും 2 കൂട്ടിയാണെന്ന് അന്വേഷിച്ചാൽ പോരെ നമുക്ക്. O 15ാമത്തെ ലെറ്ററാണ്.
Q 17ാമത്തെ ലെറ്ററാ, രണ്ട് കൂട്ടി വെച്ചേക്കുക. V 22ാമത്തെ ലെറ്ററാ, X 24ാമത്തെ ലെറ്ററാ, രണ്ട് കൂട്ടി വെച്ചേക്കുക. E 5ാമത്തെ ലെറ്ററാ, G 7ാമത്തെ ലെറ്ററാ, രണ്ട് കൂട്ടി വെച്ചേക്കുക. രണ്ട് കൂട്ടുകയെന്ന് വെച്ചാൽ ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തത് എഴുതിയേക്കുന്നത്. L കഴിഞ്ഞിട്ട് M കഴിഞ്ഞിട്ടുള്ള L M N ആ, അത് M ഒഴിവാക്കി N കൊടുത്ത്. O കഴിഞ്ഞ P ആ, അത് കഴിഞ്ഞിട്ട് ലെറ്റർ അതിൻ്റെ Q കൊടുത്തേക്കുന്ന കോഡ്. അതായത് രണ്ട് കൂട്ടി വെച്ചേക്കുക. H 8ാമത്തെ ലെറ്ററാണ്, A 1ാമത്തത്, T 20ാമത്തത്, E 5ാമത്തത്. ഇതിനോടൊപ്പം എല്ലാം രണ്ട് കൂട്ടിയാൽ നമുക്ക് കോഡ് കിട്ടും. 8 + 2 10, 10ാമത്തെ ലെറ്റർ ആര്? J. 1 + 2 3, 3ാമത്തെ ലെറ്റർ ആര്? C. 20 + 2 22, 22ാമത്തെ ലെറ്റർ ആര്? V. 5 + 2 7, 7ാമത്തെ ലെറ്റർ ആര്? G. JCVG. JCVG ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. 1 - 1/2 × 1/2 + 1/2 = ആദ്യം നമുക്ക് ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ അങ്ങ് ചെയ്യാമേ. 1 - 1 × 1 1 ബൈ 2 × 2 4 + 1/2. ഇനി നമുക്ക് 1 - 1/4 അങ്ങ് ചെയ്യാം. 1 - 1/4, അല്ലെങ്കിൽ ഈ 1ൻ്റെ അടിയിൽ ഒരു 1 ഇടാം. എന്നിട്ട് നിങ്ങൾ 1ൻ്റെയും 4ൻ്റെയും 2ൻ്റെയും LCM എടുക്കാം. 1ൻ്റെയും 4ൻ്റെയും 2ൻ്റെയും കൂടെ LCM, 1ൻ്റെയും 4ൻ്റെയും 2ൻ്റെയും കൂടെ LCM 4 അല്ലേ? അപ്പോൾ ആ 4 താഴോട്ട് കോമൺ ആയിട്ട് വെക്കാം. എന്നിട്ട് എല്ലാ ഫ്രാക്ഷനെയും ഈ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മെൻഡേ വെക്കണം. ഇങ്ങനെ ഫ്രാക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യുന്നത്. 1/1 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. മൈനസ് 1/4 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 4 4 കട്ട് ചെയ്ത് പോയി 1, പ്ലസ് 1/2 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ കിട്ടുന്നത് ഇവിടെ എഴുതുക. ഈ മൈനസ് ഇട്ടിട്ട് ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ കിട്ടുന്നത് എഴുതുക. ഈ പ്ലസ് ഇട്ടിട്ട് 1/2 4 കൊണ്ട് മൾട്ടിപ്ലൈ 2 4 കട്ട് ചെയ്ത് 2, 1 × 2 2. ഇത് കാൽക്കുലേറ്റ് ചെയ്തോ. 4 × 1 3, 3 + 2 5, 5/4 എന്ന് ഉത്തരം. 4 × 1 3, 3 + 2 5, 5/4 ഉത്തരം. ഓപ്ഷന് അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പോൾ നമ്മൾ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ 5നെ 4 ഡിവൈഡ് ചെയ്തോ. 1 4 4 1. അപ്പോൾ നമുക്ക് ഹരണഫലം എത്ര കിട്ടി? 1 കിട്ടി. പിന്നെ ഈ 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും കൂടെ വരും 1/4. 1 4 1. അങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? AZ, BY, CX, DW ഇങ്ങനെ പോവാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. A 1ാമത്തെ ലെറ്ററാ, B 2ാമത്തെ ലെറ്ററാ, C 3ാമത്തെ ലെറ്ററാ, D 4ാമത്തെ ലെറ്ററാ. ഇനി അടുത്ത 5ാമത്തെ ലെറ്റർ E വരണം. നിങ്ങളുടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എല്ലാം E ആ. Z 26ാമത്തെ ലെറ്ററാ, Y 25ാമത്തെ ലെറ്ററാ, X 24ാമത്തെ ലെറ്ററാ, W 23ാമത്തെ ലെറ്ററാ, 26, 25, 24, 23. ഇനി അടുത്ത് 22ാമത്തെ ലെറ്റർ വരും B. ഓക്കെ, EV എന്ന് പറയുന്നൊരു ഓപ്ഷൻ, ഓപ്ഷൻ C. ക്ലിയർ അല്ലേ? അടുത്തത്, തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. അപ്പോൾ താരതമ്യം, വർഗീകരണം, നിരീക്ഷണം. ആദ്യം എന്തായാലും നമ്മളുടെ നിരീക്ഷണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിരീക്ഷണം. ഓക്കെ, ആദ്യം നമ്മൾ നിരീക്ഷിക്കുന്നു. നിരീക്ഷണം കറക്റ്റ് അല്ലേ? എന്നിട്ട് നിരീക്ഷണം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സാധനം എന്തുവാ? നിരീക്ഷണം. മൂന്നാമത്തതാണ് തുടങ്ങുന്നത്. ഇപ്പോൾ മൂന്നാമത്തത് തുടങ്ങുന്ന എന്തായാലും നിരീക്ഷണമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിരീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? വർഗീകരിക്കുന്നതും അപഗ്രഥനം ചെയ്യുന്നതും താരതമ്യം ചെയ്യുന്നതിനൊക്കെ നമ്മൾ ആദ്യം അതിനകത്ത് നിരീക്ഷണം നടത്തണം. അപ്പോൾ ഓപ്ഷൻ C, ഓപ്ഷൻ D ഇപ്പം തന്നെ നമുക്ക് ഔട്ടാക്കാം. പിന്നുള്ളത് Aയും Bയും മാത്രമാണ്. അടുത്തത് നോക്കുമ്പോൾ നമുക്ക് കിട്ടി. ഓക്കെ, രണ്ടാമത് എന്തുവാ? 2 ഉണ്ട് 1 ഉണ്ട്. ഇത് രണ്ടും നോക്കിയാൽ മതി. താരതമ്യമാണോ വർഗീകരണമാണോ? ആദ്യം നമ്മൾ താരതമ്യം ചെയ്യും, എന്നിട്ടല്ലേ വർഗീകരിച്ച് മാറ്റുന്നത്. ഫസ്റ്റ് വൺ താരതമ്യം ചെയ്യണം. എല്ലാം തമ്മിൽ താരതമ്യം ചെയ്ത് വർഗീകരിക്കണം. ഓക്കെ, നിരീക്ഷിച്ച് താരതമ്യം ചെയ്ത് വർഗീകരിക്കണം. ഓക്കെ, ഇനി അടുത്തത് 1 വരാനുള്ളത്. അതിനുശേഷം 2. ഇപ്പോൾ 3 1 2.
പിന്നെ അഞ്ചാമത്തത് അപഗ്രഥനം. ലാസ്റ്റ് ആണല്ലോ എപ്പോഴും നിഗമനം വരുന്നത്. 5, 4. ഓക്കെ, ആദ്യം നിരീക്ഷണം ഒന്നാമതായിട്ട്, പിന്നെ താരതമ്യം ചെയ്യണം, പിന്നെ അതിനെ വർഗീകരിക്കണം, അതിനുശേഷം അപഗ്രഥനം, ലാസ്റ്റ് എന്തോന്ന് നിഗമനം. ഈ ഓർഡർ ഇപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത്, തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആയാൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ ഏത്? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 5 എണ്ണം. 1, 1, 2, 3, 4, 5. അപ്പം ഈ 5 എണ്ണത്തിൽ നടുക്ക് നിൽക്കുന്ന ആൾ ശരാശരിയായിരിക്കും. നടുക്ക് നിൽക്കുന്ന ആൾ. അപ്പം 300നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ശരാശരി കിട്ടും. കാരണം തുകയാണ് 300, എണ്ണമാണ് 5. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശരാശരി കിട്ടും. മീൻസ് നടുക്കുള്ളത് കിട്ടും. ഈ എണ്ണൽ സംഖ്യയുടെയൊക്കെ ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ആൾ തന്നെ. അപ്പോൾ 300നെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യും, 60 വരും. ശരിയല്ലേ? അപ്പോൾ 60 നടുക്കുള്ള ആൾ. അപ്പം നടുക്ക് നിൽക്കുന്ന ആൾ 60 ആണെങ്കിൽ പിന്നെ അടുത്ത ആൾ ആരാ? എണ്ണൽ സംഖ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ആൾ 61, അടുത്ത ആൾ 62, താഴോട്ട് 59, 58. നമുക്ക് കണ്ടെത്തേണ്ടത് ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന. വലിയ സംഖ്യ ആര്? 62. ശരിയല്ലേ? ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? 1 വരാത്തതാ. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 1/2 + 1/2. ഛേദം സെയിം ആണെങ്കിലേ ഒരേ ഛേദം എഴുതിയിട്ട് ന്യൂമറേറ്ററിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കാം. 1 + 1, 2, 2/2 1. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ 1 വരും. സെക്കൻഡ് ഓപ്ഷൻ നോക്ക്, 2/3 + 1/3. ഛേദം സെയിം, അങ്ങനെ തന്നെ കൂട്ടാൻ എളുപ്പമാണ്. ആ സെയിം ആയിട്ടുള്ള ഛേദം എഴുതിയിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. 2 + 1, 3, 3/3 1. ഇതിനകത്ത് 1 വരും. അടുത്ത ഓപ്ഷൻ നോക്ക്, 5/11 + 4/11. അതായത് 2 ഭിന്നസംഖ്യകൾ കൂട്ടപ്പോൾ 1 വരാത്തതാ ചോദ്യം. ഓക്കെ, അപ്പോൾ ഛേദം നിങ്ങൾ നോക്ക് 11. അപ്പോൾ 5 + 4 9. 9/11 1 വരുമോ? അപ്പോൾ ഓപ്ഷൻ സി. ഇവിടെ നിങ്ങൾ നോക്ക് 7, 8, 15. 15/15 1 അപ്പോൾ ഓപ്ഷൻ സി കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 4/3 ഭാഗം നിറഞ്ഞു. 4/3 ഭാഗം നിറഞ്ഞു. 20 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ 4/3 ഭാഗം നിറഞ്ഞു. എങ്കിൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു? അപ്പോൾ അതിൻ്റെ ഇപ്പം ഈ 20 ലിറ്റർ ഒഴിച്ചപ്പം 4/3 ഭാഗം നിറഞ്ഞു എന്ന് വെച്ചാൽ 36 ലിറ്ററാ മൊത്തം. അതിൻ്റെ 4/3 ഭാഗം ഇപ്പം നിറഞ്ഞു കഴിഞ്ഞു. 3/4 ഭാഗം നിറഞ്ഞു കഴിഞ്ഞു. 3/4 ഭാഗം. ഓക്കെ, അപ്പോൾ ഈ 4 അപ്പോൾ 36ൻ്റെ 4/3 ഒന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ എത്ര വെള്ളം ഉണ്ടെന്ന് അതിനകത്ത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടും. 9, 9 × 3 27. അതായത് 27 ലിറ്റർ വെള്ളം ഇപ്പം ടാങ്കിലുണ്ട്. ക്ലിയർ അല്ലേ? 3/4 ഭാഗം വെള്ളമുണ്ട്. 36ൻ്റെ 4/3 ഭാഗം കണ്ടുപിടിച്ചാൽ മതി. 36ൻ്റെ 3/4 ഭാഗം എത്ര? 36 × 4/3. 4 36 കട്ട് ചെയ്ത് 9, 9 × 3 27. 27 ലിറ്റർ വെള്ളം ഇപ്പം നിലവിലുണ്ട്. 20 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ അത് 27 ലിറ്റർ ആയിരിക്കുന്നു. 20 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പം 27 ലിറ്റർ ആയി എന്ന് വെച്ചാൽ അതിനകത്ത് 7 ലിറ്റർ ഉണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം. ഓക്കെ, 20 ലിറ്റർ ഒഴിച്ചപ്പോൾ 27 ആയെങ്കിൽ അവിടെ 7 ലിറ്റർ ഉണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം. നമ്മുടെ ചോദ്യം ആദ്യം എത്ര ലിറ്റർ ഉണ്ടായിരുന്നെന്നാ? 7 ലിറ്റർ. 20 ലിറ്റർ കൂടെ ഒഴിച്ച് അപ്പോൾ 27 ലിറ്ററായി. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗം ഏത്? എല്ലാ 5ൻ്റെ പവർ 5/3, 5/4, 5/5, 5/7. എപ്പോഴും ഒരു പവറായിട്ട് തരുവാണെങ്കിൽ അതിൻ്റെ പവർ ഇരട്ട സംഖ്യ വരുന്നതെല്ലാം പൂർണ്ണവർഗങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ 5/4 ഒരു പൂർണ്ണവർഗമായിരിക്കും. 5/4 ഓഡ് നമ്പറാണ് പവറിൽ കിടക്കുന്നതെങ്കിൽ അതൊരിക്കലും പൂർണ്ണവർഗം ആകത്തേയില്ല. മനസ്സിലായി? ഇനി ഏത് സംഖ്യയുടെയും പവർ എന്ന് പറയുന്നത് ഏത് സംഖ്യയുടെയും എന്നല്ല, ഓഡ് നമ്പേഴ്സിൻ്റെ ശ്രദ്ധിക്കണം. ഓഡ് നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ പവർ, ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ചിന്തിക്കണ്ട. പവർ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ അതൊരു പൂർണ്ണവർഗമായിരിക്കും. പ്രത്യേകിച്ച് ഈ ഓഡ് നമ്പേഴ്സിൻ്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിലേ അത് എന്താവത്തുള്ളൂ. ഓഡ് നമ്പേഴ്സിൻ്റെ പവർ ഈവൻ നമ്പർ വന്നാൽ മാത്രമേ അതൊരു പൂർണ്ണവർഗം ആവത്തുള്ളൂ കേട്ടോ. ക്ലിയർ ആണേ? ശരി. പക്ഷെ വേറൊരു കാര്യമുണ്ട്,
4 ഒരു ഈവൻ നമ്പരാണ്. 4ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു വർഗം തന്നെയാണേ. അപ്പോൾ എല്ലാ കേസിലും പവർ ഒരു ഓഡ് നമ്പർ വന്നാലേ പൂർണ്ണവർഗം ആവൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷേ ഓഡ് നമ്പേഴ്സ് 5 അങ്ങനെ, അതായത് പ്രത്യേകിച്ച് വർഗ്ഗങ്ങളല്ലാത്ത സംഖ്യകൾ അതിൻ്റെ എല്ലാം പവർ ഈവൻ നമ്പർ വരുന്നത് പൂർണ്ണവർഗത്തോട്. അപ്പോൾ ഇതൊരിക്കലും പൂർണ്ണവർഗമല്ല, ഇത് പൂർണ്ണവർഗമല്ല, ഇത് പൂർണ്ണവർഗമല്ല. 5⁴4 ഒരു പൂർണ്ണവർഗമാണ്. ഇനി ഏത് ഓഡ് നമ്പേഴ്സിൻ്റെ പവർ ഒരു ഈവൻ നമ്പർ വന്നാലും അത് പൂർണ്ണവർഗമായിരിക്കും. 7⁻10 പൂർണ്ണവർഗമാണ്. 9⁻15 പൂർണ്ണവർഗമാണ്. 11 അത് വെട്ടിക്കളാം, ഇത് പൂർണ്ണവർഗമാണ്, പക്ഷെ അത് വേണ്ട. 9⁻16 പൂർണ്ണവർഗമാണ്. 11⁻24 പൂർണ്ണവർഗമാണ്. ഏത് നമ്പറിൻ്റെ പവർ ഒരു ഈവൻ നമ്പർ വന്ന പൂർണ്ണവർഗമാണ്. ഏത് നമ്പറിൻ്റെ പവർ ഈവൻ നമ്പർ വന്നാൽ അതൊരു പൂർണ്ണവർഗമായിരിക്കും. അതിനകത്ത് ഇനി മേലും കീഴും നോക്കാനില്ല. അപ്പോൾ 5⁻4 ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ്. 3 കിലോഗ്രാം ആപ്പിൾ. അപ്പോൾ 3 കിലോഗ്രാം ആപ്പിളിന് അപ്പോൾ എത്ര രൂപയാവും? 3 × 1 കിലോഗ്രാം ആപ്പിളിന് എത്ര രൂപയാണെന്ന് പറഞ്ഞേക്കുന്നത്? 180 രൂപ. അപ്പോൾ 3 × 180 540 രൂപ ആപ്പിളിനാവും. 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപ. അങ്ങനെ എത്ര കിലോഗ്രാം ഓറഞ്ച് മേടിച്ച്? 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി. അപ്പം 4 കിലോഗ്രാം ഓറഞ്ചിന് എത്ര രൂപയാവും? 4 × 60 രൂപ 240 രൂപ ആവത്തില്ലേ? 1 കിലോഗ്രാം ആപ്പിളിന് 150. അപ്പോൾ 3 കിലോഗ്രാമിന് 3 × 150 540. 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപ. അപ്പോൾ 4 കിലോഗ്രാമിന് 4 × 60 240. ആകെ എത്ര രൂപയാവുമെന്ന? 087 780 രൂപ. അങ്ങനെ വല്ല ഓപ്ഷനുണ്ട്? ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര്? ഒറ്റയാൻ കണ്ടുപിടിക്കാൻ നേരത്ത് ഇതിനകത്ത് ഓഡ് നമ്പേഴ്സ് ഉണ്ടായി പ്രൈം നമ്പറുമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. 63 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല, നോട്ട് പ്രൈം. പക്ഷേ 67 ഒരു പ്രൈം നമ്പറാണ്. 67നെ മറ്റൊരു സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 71 ഒരു പ്രൈം നമ്പറാണ്. 73 ഒരു പ്രൈം നമ്പറാണ്. പക്ഷേ 63 ഒരു പ്രൈം നമ്പരേ അല്ല. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ. ഇത് മൂന്നും പ്രൈം നമ്പേഴ്സാണ്. 63 പ്രൈം അല്ല. പ്രൈം എന്ന് പറഞ്ഞാൽ മറ്റ് സംഖ്യ. ഇപ്പോൾ 63നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഈ 67നെയോ 71നെയോ 73നെയോ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ളതാ പ്രൈം നമ്പേഴ്സ്. ക്ലിയർ ആണേ? ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. ഇപ്പോൾ ഒരു വരിയിൽ മൊത്തം 50 കുട്ടികളുണ്ടേ. ടോട്ടൽ 50 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വരിയിൽ മൊത്തം 50 കുട്ടികൾ നിൽപ്പുണ്ട്. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. 50 കുട്ടികളുണ്ട്. രാഹുൽ മുന്നിൽ നിന്ന് 16ാമതാണ്. അതായത് രാഹുൽ ഒരു സൈഡിൽ നിന്ന് 16ാമതാണ്. പിന്നെ ഫാത്തിമ പിന്നിൽ നിന്ന് 38ാമതാണ്. അപ്പോൾ ഫാത്തിമ പിന്നിൽ നിന്ന് 38ാമതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്നാണോ ചോദ്യം? ആയിരിക്കും. എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ എത്ര പേരുണ്ട്? അതായത് ടോട്ടൽ എന്നിട്ട് ഒരാൾ ഒരു എൻഡി എന്നുള്ളതും മറ്റേയാൾ മറു എൻഡി എന്നുള്ളതും തന്നാൽ പിന്നെ അതിനിടയ്ക്ക് ചോദ്യം ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അത് കണ്ടെത്താൻ വളരെ ഈസിയാണ്. ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടെത്താൻ ആദ്യം ഇവരെ അങ്ങ് കൂട്ടുക. ഓക്കെ, അവരെ തമ്മിൽ അങ്ങ് കൂട്ടുക. 8 × 6 = 14. ടോട്ടൽ അതിനകത്ത് വേണ്ട, ഇവരെ രണ്ടുപേരെയും തമ്മിൽ കൂട്ടുക. ഇപ്പോൾ 8 × 6 = 14 ഇഷ്ടമൊന്ന് 3 × 1 4 × 1 5 54 എന്ന് കിട്ടും. 8 × 6 = 14 3 × 4 = 5. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 54ഉം 50ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 4. ഒരിക്കലും 4 ഉത്തരം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടിയ നമ്പർ നോക്കണം. 54. 16 38 കൂട്ടി 54. ശരിയല്ലേ? ആ കൂട്ടിക്കിട്ടിയത് കൂടുതലാണെങ്കിൽ ഏതിനെ അപേക്ഷിച്ച് ഈ മൊത്തമുള്ള ആൾക്കാരെക്കായി കൂടുതലാണെങ്കിൽ, മൊത്തമുള്ള ആൾക്കാർ 50, അതിനേക്കാൾ കൂടുതലല്ലേ 54? അങ്ങനെ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇവ തമ്മിലുള്ള വ്യത്യാസത്തിന് എപ്പോഴും ഒരു 2 കുറച്ചേക്കണം. അതായിരിക്കും ഉത്തരം. ഓക്കെ, അപ്പോൾ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ എത്ര പേരുണ്ടെന്നാ ചോദ്യം. അവരെ നമ്മളങ്ങ് കൂട്ടി വെക്കുന്നു. അപ്പോൾ ആ കൂട്ടി കിട്ടിയത് മൊത്തമുള്ള ആൾക്കാരെക്കായി കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ കൂടുതലാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്ന് 2 കുറയ്ക്കുക. അതാ ഉത്തരം. ഇവ തമ്മിലുള്ള വ്യത്യാസം 4, 2 കുറച്ച 2. ഇനി നേരെ മറിച്ച് ഇത് കുറവാന്ന് വെച്ചോ. കുറവാണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മാത്രം മതി. അപ്പോൾ 4 ആയിരിക്കും ഉത്തരം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്ര? 2.
എല്ലാം ഇപ്പോഴും ഇത് കൂടുതലാണെങ്കിൽ വ്യത്യാസത്തിൽ നിന്ന് 2 കുറയ്ക്കേണ്ടത് കേട്ടോ. കോമൺ ആയിട്ട് 2 കുറയ്ക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റാങ്കിങ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വഴി അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി. അതിനകത്തുണ്ട് റാങ്കിങ്ങിൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനകത്തും അതിനകത്ത് കിടപ്പുണ്ട്. ശരി. ഒരാൾ വീട്ടിൽ നിന്നും, അടുത്ത ക്വസ്റ്റ്യനാണ്, ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആദ്യം ESWN എന്ന് എഴുതണം. ഈശ്വരൻ. ഈശ്വരൻ്റെ സ്പെല്ലിംഗ് ഓർത്താൽ മതി. ഈശ്വരൻ. ഈശ്വരൻ്റെ സ്പെല്ലിംഗ് ഈശ്വരൻ. ഓക്കെ. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. തെക്കോട്ട്. E എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആണ്, S എന്ന് പറഞ്ഞാൽ സൗത്ത് തെക്കാണ്, W വെസ്റ്റ്, N നോർത്ത്. ESWN. ഈശ്വരൻ്റെ സ്പെല്ലിങ്ങിൻ്റെ ഓർഡർ എഴുതുക. ഒരാൾ 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ സൗത്ത് അവിടെ 12 എഴുതുക. ഓക്കെ. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പം കിഴക്കിൻ്റെ അവിടെ 7 എഴുതുക. കിഴക്കിൻ്റെ അവിടെ 7 എഴുതുക. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പോൾ വലത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈയുടെ വലത്താ സൗത്ത്, സൗത്തിൻ്റെ വലത്താ വെസ്റ്റ്, വെസ്റ്റിൻ്റെ വലത്താ നോർത്ത്, നോർത്തിൻ്റെ വലത്ത് ഇപ്പോൾ ആരുമില്ല, അപ്പം ഈസ്റ്റിൽ നിന്ന് വീണ്ടും തുടങ്ങണം. അങ്ങനെ അതിൻ്റെ കഥ. അപ്പം 4 കിലോമീറ്റർ അയാൾ വലത്തോട്ട് സഞ്ചരിച്ചെന്നാണ്. ഈ 7 ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അയാൾ ഇനി 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചെന്ന് വെച്ചാൽ സൗത്തിൽ തന്നെ സഞ്ചരിച്ചു. ഈസ്റ്റിൻ്റെ വലത്ത് സൗത്ത് വരും കേട്ടോ. അവിടോട്ട് അതിൻ്റെ താഴെ ഒരു നമ്പറുണ്ട്, അതിൻ്റെ താഴോട്ട് എഴുതിയാൽ മതി 4. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് വീണ്ടും സഞ്ചരിച്ച്, അതായത് സൗത്തിൻ്റെ വലത്ത് വെസ്റ്റിൽ പോകും. വെസ്റ്റിലോട്ട് 7 കിലോമീറ്റർ സഞ്ചരിച്ച്. ഇപ്പോൾ അയാൾ വീട്ടിൽ നിന്നും അയാളുടെ സ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം. ഇതിനെ ഒന്ന് ഇനി ബാലൻസ് ചെയ്തെടുത്താൽ മതി. ഇത് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് പഠിച്ചാൽ പരിപാടി അങ്ങ് തീർന്നാൽ. ഇതെങ്ങനെ ബാലൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എതിർ ദിശയിലുള്ള സംഖ്യകൾ എപ്പോഴും കുറയ്ക്കണം. ഓക്കെ. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ കാണാൻ പറ്റും. ഇവിടെ ഈസ്റ്റും ഉണ്ട് വെസ്റ്റും ഉണ്ട്. ഈസ്റ്റും വെസ്റ്റും എതിർ ദിശയാണ്, കുറച്ചേക്കണം. ഈസ്റ്റും വെസ്റ്റും എതിർ ദിശയാണ്, കുറയ്ക്കണം. 7 7 കുറച്ചാൽ 0 ആയി പോകും. 0 ആണെങ്കിൽ പിന്നെ നമുക്കത് എഴുതേണ്ട കാര്യമില്ലല്ലോ, കളയണം. പിന്നെ സൗത്തും നോർത്തും തമ്മിൽ കുറയ്ക്കണം. നോർത്തിൽ ആളില്ല, കുറയ്ക്കാൻ ആളില്ല. അപ്പം ഈ സൗത്തിലെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ മതി. 12 4 16. ഇതാ നമ്മുടെ ഉത്തരം. അയാൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ 16 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും. പക്ഷെ ഓപ്ഷൻ നോക്കാൻ നേരത്ത് 16 2 ഉണ്ട്. ഓപ്ഷൻ എയും ഡിയും. അപ്പോൾ ഒരു കാര്യം കൂടെ, ഇനി അയാൾ ഏത് ദിക്കിലും കൂടെ ആണെന്ന് അന്വേഷിക്കണം. ഇപ്പം ഈ 16 എവിടെയാണ് നിൽക്കുന്നത്? സൗത്തിലല്ലേ, തെക്ക്. അപ്പം അയാൾ വീട്ടിൽ നിന്ന് 16 കിലോമീറ്റർ തെക്കായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ തന്നെ, 16 കിലോമീറ്റർ തെക്ക്. അയാളുടെ സ്ഥാനം വീട്ടിൽ നിന്നും 16 കിലോമീറ്റർ തെക്കായിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? നമുക്ക് അന്വേഷിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ ഭാരക്കാരെയാണ്. ഏറ്റവും കുറഞ്ഞ ഭാരക്കാർ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഇത്രയും പേരാ ഉള്ളത്. എ ബി സി ഡി ഇ ഇത്രയും പേരാ ഉള്ളത്. നിങ്ങളുടെ ചോദ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏറ്റവും ഭാരം കുറഞ്ഞ ആളെയാണ് വേണ്ടുന്നത്. അപ്പോൾ ആ ഒരു 5 പേര് നിപ്പുണ്ട്. ഈ 5 പേര് ഏറ്റവും ഭാരം കുറഞ്ഞ ആളെ എടുക്കണം. അപ്പോൾ നിങ്ങൾ ഭാരമുള്ള ആളെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞാൽ പോരെ. ഭാരമുള്ള ആളെ ഒഴിവാക്കി കളയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നു ഡി ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണ്. അപ്പം ഡി നമുക്ക് അങ്ങ് ഒഴിവാക്കിയേക്കാം. ഡി എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷനിൽ പോലും ഒരു ഇട്ടിട്ടില്ല, ഡി ഒഴിവാക്കി. ഇനി നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് തൊട്ട് വായിക്കാം. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. അപ്പോൾ ആ വാക്കിൽ നിന്ന് 2 പേർ ഒറ്റയടിക്ക് വെട്ടും. ബി ആദ്യം ഒരാൾ വെട്ടിപ്പോയി. ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ബിയുടെ ഭാരം എയേക്കാൾ കുറവാണ്. അപ്പോൾ ബിയെ നമ്മളിലേക്ക് ചേർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഭാരം കുറഞ്ഞ ആൾ മതി. എ വെട്ടിയാൻ കളയാം. അതെന്തുവാ? ബിയുടെ ഭാരം എയേക്കാളും കുറവാണ്. അപ്പോൾ എക്ക് ഭാരം കൂടുതലല്ലേ, എ പോട്ടെ. ഇനി നമുക്ക് ബി ആണോ സി ആണോ ഇ ആണോ എന്ന് അന്വേഷിച്ചാൽ മതി. ഇനി അടുത്തത് ഇയുടെ ഭാരം, ശ്രദ്ധിച്ച് കേട്ടോ, ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇക്ക് ഭാരം കൂടുതലാന്ന് മനസ്സിലായി. ഇയുടെ ഭാരം സിയേക്കായി കൂടുതലാണ്. അപ്പം ഇ അങ്ങ് വെട്ടിയേക്ക്.
ഇനി നമുക്ക് ബി കറുപ്പിക്കണോ സി കറുപ്പിക്കണോ എന്ന് അന്വേഷിച്ചാൽ മതി. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ബിയേക്കാൾ കുറവാ ഇയുടെ ഭാരം. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലാണെങ്കിലും ബിയേക്കാൾ കുറവാ. ബിയേക്കാൾ കുറവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബിയേക്കാൾ കുറവാണെങ്കിൽ ബിക്ക് എവിടെ ഭാരം കൂടുതലാണെന്നല്ലേ അർത്ഥം. ഇയുടെ ഭാരം ബിയേക്കാൾ കുറവാ. ഇയുടെ ഭാരം ബിയേക്കാൾ കുറവാ. അപ്പോൾ ബിക്ക് ഭാരം കൂടി നിൽക്കുമല്ലേ, ബിയേയും വെട്ടാം. അപ്പോൾ ഒരാൾ എപ്പോൾ അവശേഷിക്കുന്ന അയാളെ കറുപ്പിച്ചേക്കാം, സി. അതായത് ഇതിനകത്തുനിന്ന് നമുക്ക് ഏറ്റവും ഭാരം കുറഞ്ഞ ആളെയാണ് വേണ്ടുന്നത്. അപ്പോൾ ഭാരം ആർക്കൊക്കെ മുമ്പിൽ വരുന്നോ അവരെ വെട്ടിയും കളഞ്ഞാൽ പോരെ. ക്ലിയർ അല്ലേ? അപ്പോൾ അവരെ വെട്ടി കളയുമ്പോൾ അവശേഷിക്കുന്നത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. സി തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ. എ ബി സി 6, ബി സി ഡി 9, സി ഡി എത്ര? ഒന്ന് ചിന്തിച്ച് നോക്ക്. എക്ക് നമുക്ക് ചുമ്മാ നമ്പർ ഒന്ന് എടുത്ത് നോക്കാം. A1, B2, C3. 3ഉം 2ഉം 5ഉം 1ഉം 6. ഇത് കൂട്ടപ്പോൾ ഈ 6 കിട്ടുന്നുണ്ട്. അടുത്തത് കിട്ടുമോ എന്ന് നോക്കാം. ബിയുടെ നമ്പർ 2. അതെന്തോ അർത്ഥം? A1, B2, C3. അങ്ങനെ ആൽഫബറ്റിന് നമ്മൾ നമ്പർ എടുത്ത് പോവാ. ബി രണ്ടാമത്തെ ലെറ്റർ അല്ലേ, സി മൂന്നാമത്തെ ലെറ്ററാ, ഡി A1, B2, C3, ഡി നാലാമത്തെ ലെറ്ററാ. 3ഉം 2ഉം 5ഉം 4ഉം 9. ഇത് കൂട്ടപ്പോൾ 9 കിട്ടും. അങ്ങനെ ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. സി മൂന്നാമത്തെ ലെറ്ററാ, ഡി ആര് നാലാമത്തെ ലെറ്ററാ, ഈ അഞ്ചാമത്തെ ലെറ്ററാ. 4, 3, 7, 5, 12. അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ സി. അടുത്തത് 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗത്തിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡാണ്. 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഡിസ്റ്റൻസാണ്. 36 കിലോമീറ്റർ. ഇവിടെ ഇപ്പോൾ മീറ്റർ നിൽക്കുവാണേ. അപ്പോൾ നമുക്ക് 36 കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1000 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 36 × 1000 മീറ്റർ എന്ന് വരും. 36 × 1000 മീറ്റർ ശരിയല്ലേ? 36 × 1000 മീറ്റർ വരും. 36 × 1000 മീറ്റർ വരും. ഇനി അടുത്ത നമുക്ക് ടൈം കണ്ടുപിടിക്കണം. ടൈം കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 36 × 1000. സ്പീഡ് നിങ്ങൾക്കറിയാം 20. ക്ലിയർ അല്ലേ? ഈ ഒരു 0 ഈ ഒരു 0 ഇവിടെ കട്ട്, ഈ 2ഉം 36 ഇവിടെ കട്ട്, ഈ 18. അപ്പോൾ 1800 എന്തുവാ മീറ്റർ പെർ സെക്കൻഡിൽ കിടക്കുക, സെക്കൻഡ്. 1800 സെക്കൻഡ്. ഓപ്ഷൻ നോക്കുക, എല്ലാം മിനിറ്റില്ല. അപ്പോൾ ഈ സെക്കൻഡിനെ അങ്ങ് മിനിറ്റ് ആക്കിയാൽ പോരെ. 1800 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര മിനിറ്റാണ്? സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 0, 0 ഇവിടെ കട്ട്, 150/6 30 മിനിറ്റ്. 30 മിനിറ്റ് എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ 30 മിനിറ്റ്. ഓക്കെ. അടുത്തത് 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായത് ഏത്? 1.25. ഇതിനെ ആദ്യം നമുക്ക് എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായത് ഏത്? ഇതെല്ലാം ഭിന്നസംഖ്യയല്ലേ. അപ്പോൾ 1.25 നമുക്ക് ഭിന്നസംഖ്യയാക്കാം. അതെങ്ങനെ ആക്കുന്നേ? ഇവിടെ പോയിന്റിന് ശേഷം 2 സ്ഥാനമുണ്ട്. അപ്പം ആ പോയിന്റ് കളഞ്ഞിട്ട് താഴെ 2 പൂജ്യമുള്ള സംഖ്യ 100 എഴുതി കൊടുത്താൽ മതി. അതായത് 125/100 ആണ് 1.25. ഇനി 125നെ 100നെ നിങ്ങൾക്ക് 25 കൊണ്ട് ഹരിക്കാം. അപ്പം 125 എത്ര 25 ഉണ്ട്? 5 തവണ. 100 എത്ര 25 ഉണ്ട്? 4. 5/4. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി. ഓക്കെ. അടുത്തത്, ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടം ഉണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ ആണേ. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടം ഉണ്ടായി. അയാൾക്ക് 10% നഷ്ടം ഉണ്ടായെങ്കിൽ അയാൾ എത്ര ശതമാനത്തിനായിരിക്കും വിറ്റത്? അപ്പോൾ നഷ്ടം എന്ന് പറഞ്ഞാൽ 10% നഷ്ടം എന്ന് പറഞ്ഞാൽ അയാൾ 90%-ത്തിനായിരിക്കും വിറ്റത്. അങ്ങനെ കഥ. 20% നഷ്ടം എന്ന് പറഞ്ഞാൽ അയാൾ വിൽപ്പന നടത്തിയേക്കുന്നത് 80%-ത്തിനാണ്. 30% നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ അയാൾ വിൽപ്പന നടത്തിയേക്കുന്നത് 70%-ത്തിനാണ്. അപ്പോൾ 10% നഷ്ടത്തിന് അയാൾ വിൽപ്പന നടത്തിയേക്കുന്നത് എന്ന് വെച്ചാൽ 90%-ത്തിന് അയാൾ വിൽപ്പന നടത്തിയേക്കുന്നത്. അതെത്രയാണെന്ന് തന്നിട്ടുണ്ട്. 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ ഇപ്പോൾ 2070. ഓക്കെ. അപ്പോൾ 90% 2070. ഇനി 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? ഇനി ഒന്ന് ചിന്തിച്ച് നോക്ക്.
5% ലാഭം ലഭിക്കണമെങ്കിൽ അയാൾ വിൽക്കേണ്ടത് 105%. 105%. 10% ലാഭം കിട്ടണമെങ്കിൽ 110% വയ്ക്കണം. ഓക്കെ, അപ്പം 105% കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാം. 90% 2070 ആണ്. 105%. 5% ലാഭത്തിന് വിൽക്കണമെങ്കിൽ 105%ന് വിൽക്കണം. അപ്പം 105% കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് ചെയ്യണം. എതിരായിട്ടുള്ള സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ വരയ്ക്കകത്ത് ഒരെണ്ണേ ഉള്ളൂ, ഒരാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എതിരായിട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഈ സാധനം കിട്ടിക്കോളും. അതാ നമ്മുടെ ഉത്തരം. 0 0 കട്ട്. 207നെ 9 ആയിട്ട് ഹരിക്കാൻ പറ്റും. 207നെ 9 കൊണ്ട് ഹരിച്ചോ. 2 9 18, 2 7, 9 3 27, 23. ഇനി 105 ഇൻറ്റു 23 ചെയ്തോ. 105 ഇൻറ്റു 23. അപ്പം 105ഉം 23 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 5 15 1 0 1 3 10 1 1 2 5 1 4 2 2415. ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ഉണ്ട്. ഓപ്ഷൻ ഡി. ഓക്കെ. 196 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരത്തിന്റെ സമചതുരത്തിന്റെ പരപ്പളവ് എന്തുവാ? A². അതാ അപ്പം 196 തന്നേക്കുന്നത്. 196 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരത്തിന്റെ പരപ്പളവ് A². അത് 196 തന്നിട്ടുണ്ട്. വശത്തിന്റെ നീളം എത്ര? മീൻസ് A എത്രയാണ്? A കണ്ടെത്താൻ റൂട്ട് 196. 196ന്റെ റൂട്ട് എത്ര? 14 അല്ലേ? 14ന്റെ സ്ക്വയർ അല്ലേ 196? അപ്പോൾ 14 ഉത്തരം. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 5 7 14 എന്നീ മൂന്ന് സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇവ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെല്ലാം ഇതിന്റെ കോമൺ ഗുണിതങ്ങളായിരിക്കും. ഓക്കെ. ഇവ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏത് സംഖ്യ എടുത്താലും ഇതിന്റെ 3ന്റെ കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. അതിൽ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ ചോദ്യം എന്ന് വെച്ചാൽ കോമൺ മൾട്ടിപ്പിളിൽ ചെറുത് LCM. അതാ കണ്ടുപിടിക്കേണ്ടത്. LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ നിങ്ങൾ 5 7 14 ഇതിന്റെ LCM കണ്ടുപിടിച്ചോ. നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം പറ്റത്തില്ല, പക്ഷേ 7 കൊണ്ട് പറ്റും അല്ലേ? 7 കൊണ്ട് ചെയ്യുക. 5നെ പറ്റത്തില്ല, താഴോട്ട് വെച്ച് 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 7 1, 14നെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 2. ഇനി ഡിവൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് വട്ടം കിടക്കുന്ന മൾട്ടിപ്ലൈ ചെയ്യാം. 7 ഇൻറ്റു 5 ഇൻറ്റു 1 ഇൻറ്റു 2, 2 10 ഇൻറ്റു 7 70. അപ്പോൾ LCM 70 എന്ന് കിട്ടും. ഈ 70 ഇവ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ. ഓക്കെ, 70. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഫുൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയിൽ